ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കരയുന്ന ബുദ്ധനും ചിരിക്കുന്ന തോക്കും കാഴ്ചക്കാരെ പിടിച്ചു നിർത്തുന്നു. കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ കണ്ണൂർ ആർട്ട് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ശില്പചിത്ര പ്രദർശനത്തിലാണ് ശില്പി പ്രേം പി ലക്ഷ്മണിൻ്റെ ഈ ശില്പം കാണാൻ കഴിയുക. 20 ചിത്രകാരന്മാർ തീർത്ത നിറങ്ങളുടെ പ്രദർശനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എൺപതോളം ചിത്രങ്ങളും 6 ശില്പങ്ങളുമാണ് പ്രദർശനത്തിലുള്ളത്. ഗ്ലാസിനുള്ളിൽ നേരിട്ട് പെയിന്റ് ചെയ്ത ടി കലാധരന്റെ ഓർത്തിക് ശൈലിയിലുള്ള ചിത്രങ്ങൾ പ്രദർശനത്തിന്റെ പ്രത്യേകതയാണ്. ചിത്രകാരൻ കെ കുമാരൻ പ്രകൃതി നശീകരണത്തിലുള്ള ആശങ്കയാണ് പങ്കിടുന്നത്. യുവചിത്രകാരന്മാരുടെ ചിത്രങ്ങളും പ്രദർശനത്തിലുണ്ട്. ശ്രീജ പള്ളം, ഒ സുന്ദർ, ബിന്ദുരാജ്, കലാപീഠം, ധൻരാജ് കീഴറ, ടി ഉണ്ണികൃഷ്ണൻ, NB ലതാദേവി തുടങ്ങിയ ചിത്രകാരന്മാരുടെ സൃഷ്ടികളാണ് പ്രദർശനത്തിലുള്ളത്. വർഗീസ് കളത്തിലാണ് കോർഡിനേറ്റർ. ഈ ചിത്രപ്രദർശനത്തിന്റെ പ്രത്യേകത ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേരും ദേശീയവും അന്തർദേശീയവുമായ നിരവധി പ്രദർശനങ്ങളിലും ക്യാമ്പുകളിലും പങ്കെടുത്ത കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ചിത്രകാരന്മാരാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. 20 ചിത്രകാരന്മാരും 3 ശില്പികളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ശില്പികൾ പ്രധാനമായും ഒന്ന് സണ്ണി പോൾ എറണാകുളത്ത് നിന്ന്, പ്രേം പി ലക്ഷ്മൺ കണ്ണൂരിൽ നിന്ന്, ഒപ്പം പറ്റിയിരുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രേം പി ലക്ഷ്മണിൻ്റെ വീപ്പിംഗ് ബുദ്ധ വിത്ത് സ്മൈലിംഗ് ബുള്ളറ്റ്സ് എന്ന് പറയുന്ന വളരെ സമകാലീനമായൊരു ശില്പം. ശ്രീബുദ്ധൻ്റെ കയ്യിൽ ഒരു തോക്കും അതിൽ കൊരുത്തിരിക്കുന്ന ഒരു പ്രാവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം. സമകാലീന രാഷ്ട്രീയത്തെ ഏറ്റവും ശക്തമായി അഡ്രസ്സ് ചെയ്യുന്നൊരു ശില്പമുണ്ടത്. സണ്ണി പോൾ സാറിൻ്റെ ഒരു പ്രത്യേക മീഡിയം അദ്ദേഹം ചെയ്തിരിക്കുന്നത് MCL എന്ന് പറയുന്നൊരു മാധ്യമത്തിലാണ്. മാധ്യമത്തിൽ ചെയ്ത ശില്പവുമുണ്ട്. അങ്ങനെ പ്രധാനമായ 3 ശില്പികൾ. ചിത്രകാരന്മാരിൽ ഒരുപക്ഷേ ഈ കേരള ചിത്രകലയ്ക്ക് അടിസ്ഥാനം ഉറപ്പിച്ച MB ദേവൻ സാറിനോടൊപ്പം പ്രവർത്തിച്ച ടി കലാധരൻ മാഷ്ട വർക്കുകളുണ്ട്. എറണാകുളം കലാപീഠത്തിൻ്റെ ഉടമയായ കലാധരൻ മാഷുണ്ട്. ദേശീയ സമകാലീന ചിത്രകലയുടെ ഒരു പരിച്ഛേദമാണ് ഇവിടെ ഞങ്ങൾ മുൻപോട്ട് വെക്കുന്നത്. അതുതന്നെയാണ് ഈ ചിത്രകലാ പ്രദർശനത്തിൻ്റെ പ്രത്യേകത. സണ്ണി പോൾ, പ്രേം പി ലക്ഷ്മൺ, നവനീത് രാജ് എന്നീ ശില്പികളുടെ ശില്പങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ചൊവ്വാഴ്ച വൈകുന്നേരം 7 മണിയോടെ പ്രദർശനം സമാപിക്കും.